ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ സദസ്സിലൊക്കെ വന്നിരുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര്, അല്ലാഹുവേ അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ആളുകളുണ്ട്, അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് സ്വല്പനേരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരും. എന്നാൽ ചില വാക്യങ്ങൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയും എന്ന് നബി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒന്ന് രണ്ട് ഹദീസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഷഅബാനിൻ്റെ രാവാണ്, നാളെ ഷഅബാൻ 1. ഇന്ന് ഷഅബാനിൻ്റെ രാവാണ്. അപ്പൊ ഷഅബാനിൻ്റെ രാവുമായിട്ട് സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഷഅബാൻ 15ന്റെ ആ രാവ് വരെ, ആ 3 യാസീന് നമ്മൾ ഓതുന്ന ആ രാത്രി വരെ ഓതിയാൽ, അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് പ്രത്യേകമായ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ച് ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചില കിതാബുകളിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട അഷേഖ് അബ്ദുൽ ഹമീദ് ബിൻ മുഹമ്മദുൽ മക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന് പറയുന്ന ഒരു കിതാബ്, അതേപോലെ തന്നെ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇമാമുകൾ അവരുടെ കിതാബുകളിൽ ഈ പറഞ്ഞ സംഭവം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഷഅബാൻ 1ന്റെ രാവ് മുതൽ, ഇന്നിപ്പോ ഷഅബാൻ 1ന്റെ രാവാണ്, ഇന്നത്തെ രാവ് മുതൽ ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം സുബഹിന്റെ മുമ്പായിട്ട് സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ, ചെറുത് കുറഞ്ഞേ ഉള്ളൂ, 8 ആയത്തുകൾ എന്ന് പറയുമ്പോൾ ഒരു 2-3 ലൈനിലൊക്കെ, ഒരു ലൈനിൽ തന്നെ 2-3 ആയത്തുകളൊക്കെ കൊള്ളും. ചെറിയ ചെറിയ ആയത്തുകളാണ് സൂറത്തു ദുഖാന്റെ ആയത്ത്. ഈ 8 ആയത്തുകൾ 15 പ്രാവശ്യം വീതം ഷഅബാൻ 1ന്റെ രാവ് മുതൽ ഷഅബാൻ 15ന്റെ രാവ് വരെ ഒരാൾ പതിവാക്കുകയും 15ന്റെ രാവിന്റെ അന്ന് 30 പ്രാവശ്യം ഈ 8 ആയത്തുകൾ ഓതുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 15 പ്രാവശ്യം ഈ 8 ആയത്തുകൾ ഓതുക. അങ്ങനെ ഓതി ആ 15ന്റെ അന്നത്തെ രാവിൽ ദുന്യവിയും ഉഖ്റവിയുമായ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല അത് സാധിപ്പിച്ചു തരും എന്ന് ഈ കിതാബുകളിലൊക്കെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇമാമുകൾ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചായിരിക്കാം ഈ ചോദ്യകർത്താവ് അത് എവിടെ നിന്നെങ്കിലും കേട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായിച്ചതോ ഒക്കെ ആയിട്ട് അങ്ങനെ കിതാബുകളിലൊക്കെ ഉണ്ട്. അത് ഈ ഇമാമുകൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്നാണ് ഷഅബാൻ 1ന്റെ രാവ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ആ ആയത്തിലേക്ക് നമുക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ സഹായം നബിതങ്ങൾക്കുണ്ടാകും. ആ വാഗ്ദാനം നബിയോട് ദീനീ പ്രബോധനം നടത്തുമ്പോൾ ശത്രുക്കളുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും. അതിൽ ക്ഷമിക്കാനും, ദോഷങ്ങൾ ചെയ്താൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനും, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാനും അള്ളാഹുവിന് സ്തുതിക്കാനും നബിതങ്ങളോട് പറയുന്ന ഒരായത്തുണ്ട്. ഇതിനെ വ്യാഖ്യാനിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ഒരു കൽപ്പനയല്ല ഇത്. അതിലൂടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു നമ്മളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ, നബിയോട് പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ പറയുന്ന ഓരോന്നും നമ്മളോടാണ് എന്ന് നാം ഓരോ ആളുകളും മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നത് എന്താണ്? വസ്ബിർ, നീ ക്ഷമിക്കുക. വസ്ബിർ ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്. ഫസ്ബിർ, മോനെ നീ ക്ഷമിക്കുക. നമ്മളിലേക്ക് ചേർത്തിയിട്ട് നബിയോടാണ് കൽപ്പന, നബിയെ അങ്ങ് ക്ഷമിക്കുക. നമ്മളിലേക്ക് നോക്കുമ്പോ നമ്മൾ ഓരോ ആളുകളും ഫസ്ബിർ, ക്ഷമിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും, പരലോകത്ത് ഗുണമുണ്ടാകും എന്ന അല്ലാഹുവിന്റെ ആ വാഗ്ദാനം, അല്ലാഹുവിന്റെ സഹായം അത് സത്യമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വസ്തഗ്ഫിർ ലിദംബിക, ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക. നബിതങ്ങൾ ദോഷം ചെയ്തിട്ടല്ല, എന്നാലും ഒരു ദോഷവും ചെയ്യാത്ത നബിതങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നബിതങ്ങളോടുള്ള അഭിസംബോധനയാണ്. വസ്തഗ്ഫിർ, നീ പൊറുക്കലിനെ തേടുക. ലിദംബിക, നിങ്ങളുടെ ദോഷത്തിന് വേണ്ടി, അങ്ങയുടെ ദോഷത്തിൽ നിന്ന് നിന്റെ ദോഷത്തിന് വേണ്ടി, ദോഷം ചെയ്തതിന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽഅശി വൽഇബ്കാർ, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന് സ്തുതി പറയുക, അല്ലാഹുവിനെ പ്രകീർത്തിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക. ഇതാണ് ഖുർആനിന്റെ വചനം. സൂറത്തുൽ ഗാഫിർ 55-ാമത്തെ ആയത്തിലൂടെയാണ് അല്ലാഹു പറയുന്നത്, രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുക. ഇനി നബി തങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ടൊരു ഹദീസ് പറയുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞത് എന്താണ്? ക്ഷമിക്കണം. ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു അത് തരും, അള്ളാഹു പറ്റിക്കുകയില്ല. ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അതേപോലെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും ചൊല്ലുക. ഇനി അതിനെ വിശദീകരിക്കുകയാണ് നബിതങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ഖാല ഹീന യുസ്ബിഹു വ ഹീന യുംസി, ഒരാൾ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഈ വാക്യം, ഈ ദിക്ർ, ഈ തസ്ബീഹ് ഖുർആനിൽ പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം. ഒരുപാട് സ്ഥലത്ത് തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ഇങ്ങനെ ആകാശഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്നല്ല പറയുന്നു. ഈ തസ്ബീഹിന്റെ രീതി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറത്തിൻ, 100 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, അദ്ദേഹം അത് ചൊല്ലിയ ആൾ കൊണ്ടുവരുന്ന ശ്രേഷ്ഠ
ശ്രേഷ്ഠതയുള്ള ഒരു അമലിനേക്കാൾ ഒന്നും അന്ത്യദിനത്തിൽ ഒരാളും കൊണ്ടുവരികയില്ല. ഇല്ല അഹദും കാല മിഥിലമാ കാല ഔസാദ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ ഒരാൾ അതേപോലെ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ വാക്യങ്ങൾ പറഞ്ഞ ആൾ കൊണ്ടുവരും. ഇതല്ലാതെ ഒരാൾക്കും ഇദ്ദേഹം പറഞ്ഞ ഈ വാക്യങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒന്നും അന്ത്യദിനത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഏതാണ് വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സഹോദരിമാര് ശ്രദ്ധിക്കുക, അധിക സമയമൊന്നും വേണ്ട. ഒരു 3, 4, 5 മിനിറ്റിൽ താഴെ സമയം മതി അതിന്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 1 മിനിറ്റിൽ നമുക്കൊരു 30 എന്തായാലും ചൊല്ലാം. അങ്ങനെ കൂട്ടുമ്പോ ഒരു 3.5 മിനിറ്റ് സമയം മതി. ഇതും രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ചൊല്ലാൻ. സഹോദരന്മാർക്കൊക്കെ പള്ളിയിൽ നമ്മൾ ഇഖാമത്തും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം, ആ സമയത്ത് ചൊല്ലാൻ മതി. ഇനി അതല്ല, സലാം വീട്ടിൽ കഴിഞ്ഞ് ഒരു 3.5 മിനിറ്റ് അവിടെ ഇരിക്കുക പറ്റുന്നവര് ആ സമയത്ത് ചൊല്ല. അത് കഴിയില്ലേ, നമുക്ക് അത്യാവശ്യമാണോ, എണീറ്റ് പോകുന്ന ആ പോക്കിൽ ചെല്ലാം. വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണോ, ആ പോകുന്ന പോക്കിൽ ചെല്ലാം. രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഖുർആനിൽ തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞു. നബി തങ്ങൾ അത് ചൊല്ലേണ്ട ഒരു രീതി നമുക്ക് പറഞ്ഞു തരുന്നു. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മറക്കരുത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. ഇപ്പൊ സാധാരണ നമുക്ക് അതാ ഉസ്താദ് പറഞ്ഞതല്ലേ, അതല്ല ആ ഇമാം പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കുന്നവരുണ്ട്. ഇത് യാതൊരു വ്യത്യാസമല്ല. മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. ഇത് ചൊല്ലിയാ ഇന്നാലിന്റെ ഗുണങ്ങളുണ്ട്. ഒരു ഫോണിൽ നോക്കാൻ ഒരു റീൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ വാർത്തകൾ എത്ര മണിക്കൂറുകൾ സമയങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഫോണിൽ ചെലവഴിക്കുന്നത്. രാവിലെ വൈകുന്നേരം ഒരു 3.5 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു നന്മയുടെ കൂമ്പാരമാണ് എന്ന് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത, വഫാത്താകുന്ന സമയത്ത് പോലും നമ്മളെ ഓർത്തുകൊണ്ട് കരഞ്ഞ എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു രാത്രി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെയും അതിന് നമ്മൾ പരിശീലിപ്പിക്കുക. ഇനി മറ്റൊരു ഹദീസ്. ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദഗതനിൽ ബാരിഹ. ഇന്നലെ എന്നെ ഒരു തേള് കുത്തി. ഇന്നലെ ഒരു തേൾ എന്നെ കുത്തി. ഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അമാലോ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. നീ ഇന്നലെ വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ഈ വാക്യം പറഞ്ഞിരുന്നു എങ്കിൽ ലം തളറുക, നിനക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇഴജന്തുക്കള്, വിഷജന്തുക്കള്, ഇതൊന്നും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു മരുന്നാണ് നബി തങ്ങൾ ഈ പഠിപ്പിച്ച ഈ ഒരു വാക്യം. എന്താ വാക്യം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാ ഉപദ്രവകാരികളായ സൃഷ്ടികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും അല്ലാഹുവിന്റെ വചനങ്ങളോട് ഞാൻ കാവൽ തേടുന്നു എന്ന ഈ വാക്യം. പാമ്പ്, തേള്, മറ്റുള്ള ഇഴജന്തുക്കൾ, വിഷജന്തുക്കൾ എന്തോ ആവട്ടെ, ഇത് വൈകുന്നേരം പറഞ്ഞാൽ നിനക്ക് ഒരു പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. അള്ളാന്റെ റസൂലല്ലേ ഇത് പഠിപ്പിക്കുന്നത്, പിന്നെ എന്തുണ്ടാവാനാണ്? അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഈ ഒരു ദിക്റും നമ്മൾ കാണാതെ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നാണ് ഈ ദിക്ർ.
ഇനി ഇത് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഈ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി പരസ്യം ചെയ്യാൻ നോക്കരുത്, അങ്ങനെയല്ല. നമ്മൾക്കൊക്കെ ഇത് ദിക്റുകൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാലും നമുക്കിത് കേൾക്കാം. ഈ ദിക്റുകളൊക്കെ നോക്കി എഴുതിയെടുത്താൽ മതി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ 3 പ്രാവശ്യം. അധികം സമയമല്ലല്ലോ, വൈകുന്നേരം എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇനി വേറെ ഒരു ഹദീസ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇതേപോലെയുള്ള മറ്റൊരു ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നീ ഓതുക. വൽ മുഅവ്വിദതൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഓതുക. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്തും ഓതുക. ഹീന തുംസി വഹീന തുസ്ബിഹു, രാവിലെയും വൈകുന്നേരവും. സലാസ മറാത്തിൻ, 3 പ്രാവശ്യം നീ അത് ഓതുക. എന്നാൽ തക്ഫീക, നിനക്ക് മതിയാകുന്നതാണ്. മിൻ കുല്ലി ശൈഇ, എല്ലാ കാര്യങ്ങൾക്കും നിനക്കത് മതിയാകുന്നതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ആയത്തുകൾ അർത്ഥം കുറെ മുമ്പ് നമ്മൾ പല പല ക്ലാസ്സുകളിൽ ഇവിടെ വിശദീകരിച്ചതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. ഇതൊക്കെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടാനുള്ളതാണ്. രോഗങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കലുകൾ, അസൂയ, മാനസികമായിട്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, കണ്ണ് വെക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിലുണ്ടല്ലോ, ഈ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇറങ്ങുന്നത് വരെ ഞാൻ ജിന്നുകളെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടാറുണ്ടായിരുന്നു, ജിന്നുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്. ഈ 2 ആയത്ത് ഇറങ്ങിയപ്പോൾ ആ പ്രത്യേക ദുആ ഞാൻ നിർത്തി, ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യാൻ തുടങ്ങി. കാരണം പിശാച്, ശൈത്വാന്മാര്, അസൂയാലുക്കൾ, നമ്മളെ ഉപദ്രവിക്കുന്നവർ, ഇവരിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന സൂറത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണല്ലോ നമ്മുടെ വീട്ടില് ഇപ്പൊ പഴയ കാലങ്ങളിലൊക്കെ ഗൾഫിക്ക് പോവുകയാണെങ്കിൽ, ഉംറക്ക് പോവുകയാണെങ്കിൽ, ഹജ്ജിന് പോവുകയാണെങ്കിൽ, വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉസ്താദ്മാരെ കൊടുന്നൊന്ന് ദ്വാരപ്പിക്കും. അതെന്തിനാ? അവിടെ ഓതുന്ന സൂറത്തുകളേക്ക് ഇതൊക്കെയാണ്, ഖുൽ ഹുവല്ലാഹു ഫലഖുൻ നാസ്. ഒരു വീടുകളൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസൂയകൾ, അങ്ങനെ പല വിഷമങ്ങളും വരും. പൈശാചികമായിട്ടുള്ള മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള ശൈത്വാന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും വരും. ഈ ഉപദ്രവങ്ങളൊക്കെ പടച്ചവനെ നീ ഈ വീടില് അല്ലെങ്കിൽ ഈ യാത്രയില് ഈ കാര്യങ്ങളിലൊന്നും വരുത്തരുത്. കച്ചവടങ്ങളാണെങ്കിൽ ഇതിലൊക്കെ ദുആ ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ ആശയങ്ങൾ ഇതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരു ഉസ്താദുമാരെ നമ്മൾ നല്ലവരായിട്ട് കാണുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ ചൊല്ലി നമ്മൾ ദുആ ചെയ്യിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ നബി തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് നോക്കൂ എന്റെ ഉമ്മമാരെ, രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഇത് ഓതാൻ വലിയ സമയമുണ്ടോ, വലിയ പ്രയാസമുണ്ടോ? ഇത് പതിവാക്കി കഴിഞ്ഞാൽ നബി തങ്ങൾ അവിടുത്തെ നാവ് കൊണ്ട് പറയുന്നതാണ്, തക്ഫീക മിൻ കുല്ലി ശൈഇ, എല്ലാ കാര്യങ്ങൾക്കും അവനത് മതി തന്നെ. ഇപ്പൊ 3 ദിക്റായി നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം നാളെ രാവിലെയും വൈകുന്നേരവും. രണ്ടാമത്തത് വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, വൈകുന്നേരം 3 പ്രാവശ്യം. ഇവിടെ പഠിപ്പിതങ്ങൾ പഠിപ്പിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം. തീർന്നില്ല, മറ്റൊരു ഹദീസിലൂടെ മഹാനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അബ്ദിൻ, ഏതൊരു ദാസനും ഏതൊരു അടിമയും, യഖൂലു ഫീ സ്വബാഹിൻ കുല്ല യൗമിൻ വമസാഇൻ കുല്ല ലൈല, എല്ലാ രാത്രിയിലും എല്ലാ പകലിലും ഒരു മനുഷ്യൻ പറയും. എന്താ പറയുന്നത്? ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം.
എന്ന് ഈ വാക്യം പറഞ്ഞാൽ 3 മർറാത്തിൻ 3 പ്രാവശ്യം കഴിഞ്ഞ് പറഞ്ഞാൽ ഇല്ലാലം യദുർറഹു ശൈ, ഒരു കാര്യവും ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനമല്ല, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഓരോ പല്ലവികളാണ്. എന്നാൽ നബിതങ്ങൾ അതിന് തന്നെ ഓരോന്നിനും നമുക്ക് അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിഹാരങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാത്തത് കൊണ്ടാണ് നമ്മുടെ വിഷമങ്ങളൊന്നും മാറാത്തത്. ഇപ്പൊ ഈ ഹദീസിന്റെ അവസാനത്തെ വാക്യം നോക്കിയേ, ലം യദുർറഹു ശൈഉൻ. ഷെയ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, കാര്യങ്ങൾ, ഏത് കാര്യമാവട്ടെ, ഏത് വസ്തു ആവട്ടെ അവനെ ബുദ്ധിമുട്ടാക്കൂല എന്നാണ്. ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ പറ്റൂല എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഇതങ്ങോട്ട് പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളോ നമ്മൾക്ക് തീർക്കാൻ പറ്റാത്ത പ്രയാസങ്ങളോ അല്ലാഹു തആല തരൂല, അത് ഉറപ്പാ. ഈ ദിക്റുകളൊക്കെ നമ്മളെ ഹദ്ദാദ് റാത്തീബിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ എന്തിലുണ്ട്? ഹദ്ദാദ് റാത്തീബിലുണ്ട്. ഇപ്പൊ ഒന്ന് ചൊല്ലിയ ഹദ്ദാദ് റാത്തീബ് ഉണ്ടല്ലോ, ഇശാ ബാങ്ക് കൊടുത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ, അതിൽ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ഉണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ചൊല്ലി, ഫലക്ക് ചൊല്ലി, നാസി ചൊല്ലി, പിന്നെ അതിൽ പറഞ്ഞ ആ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അത് ചൊല്ലി, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അത് ചൊല്ലി, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ള ദിക്ർ ചൊല്ലി. അപ്പൊ ഇത് പതിവാക്കിയാലും മതി. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇതൊക്കെ പതിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ നമ്മൾ ഈ ഉസ്താദുമാരൊക്കെ ശമ്പളം നോക്കി, എനിക്കിപ്പോ എത്ര ശമ്പളം എന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാനത് പറയണില്ല. ഇപ്പൊ ഒരു കേവല ആളുടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളവും ഒരു ഉസ്താദിന്റെ ശമ്പളവും നിങ്ങൾ നോക്കിയേ. നിങ്ങളെ വീട്ടിലുള്ള പരിപാടികളൊക്കെ ഉസ്താദുമാരെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, പഠനമുണ്ട്, ട്യൂഷൻ ഫീസ് ഉണ്ട്, വെള്ളത്തിന് കാശ് കൊടുക്കണം, കറണ്ട് കാശ്, ഈ സാധനങ്ങൾ മുഴുവൻ കൊടുക്കണം. അരിക്കും പഞ്ചസാരക്കൊക്കെ എത്ര വില? എന്നാ തട്ടിമുട്ടി അങ്ങനെ പോകും. ഇതാണ്, ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ വീട് വെച്ചു, നമ്മുടെ സലാം ഉസ്താദ് വീട് വെച്ചു, സലാം ഉസ്താദിന്റെ 2 മക്കളെ കെട്ടിച്ചു, എന്റെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു, ഒക്കെ ഇവിടെ വന്നിട്ടാ. അല്ലാഹു തആല ഞങ്ങളെ കൊണ്ടാ സഹായിച്ചത്. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, പിരിവെടുത്തിട്ടില്ല, അത് തീർപ്പിച്ചു തന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ചില ദിക്റുകളുണ്ട്. ഇത് നമ്മൾ ചൊല്ലിയ മനുഷ്യന്മാരെ കൽബില് അള്ളാഹ് ഇട്ടുകൊടുക്കും, ഓനിത്ര കൊടുക്കുന്നു. അതാരും പറയുന്നു വേണ്ട, അതാരും അറിയില്ല. നമ്മുടെ ഇസ്സത്തിനൊരു കുറവും വരൂല. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അങ്ങനെ നടത്തി കൊടുക്കും. ഇതാണ് ഈ ദിക്റൊക്കെ ചൊല്ലിയുള്ള ഗുണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് പതിവാക്കി നോക്കിയ ഉമ്മമാരെ, ഇനി എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ഹിമ്മത്തും ഒരു മനക്കരുത്തും ഒക്കെ നമുക്കുണ്ടാവും. അല്ലാഹു തആല നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, അല്ലാഹുക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മുഴുവൻ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ഒഴിവാക്കിയിട്ട് വേറൊരു വഴിയിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല, നമ്മൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ അത് പതിവാക്കി കൊടുക്കാൻ നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുകയും വേണം. ഒറ്റ ദിക്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദിക്റാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, നബി തങ്ങളുടെ മോളാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചത് ദരിദ്രനായ അലിയാർ തങ്ങളാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് ഫാത്തിമ ബീവി മണവാട്ടിയായിട്ട് ചെന്നു. ഇന്നത്തെ കാലത്ത് നമുക്കുള്ളതുപോലെ സൗകര്യങ്ങളില്ല. ഗോതമ്പോ നെല്ലോ ഒക്കെ അത് പൊടിച്ചു കൊണ്ടുവരാനുള്ള മില്ല് സമ്പ്രദായം വന്നില്ല, അരക്കാനുള്ള മിക്സി സമ്പ്രദായം വന്നില്ല. എല്ലാം വെള്ളം കോരണം, അതും ഇപ്പോഴത്തെ മോട്ടോർ സംവിധാനങ്ങളില്ല. ഇതൊന്നുമില്ലാത്ത കാലഘട്ടങ്ങളിലാണ്. അപ്പൊ ഫാത്തിമ ബീവി അലിയാർ തങ്ങളുടെ വീട്ടിൽ പോയി അവിടെ ജോലി ചെയ്ത് കൈയിന്റെ ഉള്ളൊക്കെ പൊട്ടി വിഷമിച്ചു. ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു,
വാപ്പാന്റെ അടുത്ത് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞാൽ, നബി തങ്ങൾ ഇതൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരു പരിചാരികയെ എനിക്ക് വെച്ചു തരും. അപ്പൊ നബി തങ്ങളോടൊന്ന് പറയാമെന്ന് വെച്ച് അലിയാരി തങ്ങളും ഫാത്തിമ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയാൻ എന്താ പറയുന്നത്? ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ വീട്ടിലെ ജോലി എടുത്തുകൊണ്ട് വിഷമമാണ്, അതുകൊണ്ട് ഒരു പരിചാരികയെ അങ്ങ് വെച്ച് തരികയാണെങ്കിൽ വലിയ ഉപകാരമായി എന്ന് നബി തങ്ങളോട് പറഞ്ഞ സമയത്ത് ഖാല ലഹു വലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ ബീവിയോടും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങൾ ചെന്നാൽ ഫകബ്ബറ സലാസൻ വസലാസീന വസബ്ബഹ സലാസൻ വസലാസീന വഹ്മദ സലാസൻ വസലാസീൻ, 33 പ്രാവശ്യം ഒരു സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന ഈ ഒരു കാര്യം നിങ്ങൾ പറയലാണ് മോളെ ഫാത്തിമ. നിനക്ക് ഞാനൊരു പരിചാരികയെ വെച്ചു തരുന്നതിനേക്കാൾ ഈ ദുനിയാവിലും പരലോകത്ത് നിനക്ക് ഉത്തമം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫാത്തിമ ബീവിയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് എന്താ? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ ഇരിക്കുമ്പോ ഫാത്തിമ ബീവി വരുമ്പോ എഴുന്നേറ്റുകൊണ്ട് നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ ശരീരത്തിലേക്ക്, നബിയുടെ ശരീരത്തിലേക്ക് അണച്ചു കൂട്ടി പിടിക്കാറുണ്ട്. നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്റെ മോളെ ഫാത്തിമ ബീവിയെ നബി തങ്ങൾ സ്നേഹത്തോടെ ഇരുത്താറുണ്ട്. അങ്ങനെയുള്ള തന്റെ പുന്നാര മോള് ജോലിയെടുത്ത് കൈയിന്റെ ഉള്ളിൽ പൊട്ടിയിട്ട് വന്ന് പറയുമ്പോ നബി തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരിചാരികയെ വെച്ചു കൊടുക്കാം. നബി തങ്ങൾ പറഞ്ഞത് അതല്ല മോളെ ഫാത്തിമ, ദുന്യാവിൽ നിനക്ക് കുറച്ച് സുഖം ഞാൻ പരിചാരികയെ തന്നാലുണ്ടാകും, എന്നാൽ ദുന്യാവിലും ആഖിറത്തിലും നിനക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് 33 പ്രാവശ്യം ഇത് ചൊല്ലലാണ് മോളെ ഫാത്തിമ. അലിയാരി തങ്ങളെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാക്യങ്ങളിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പെൺമക്കളുള്ളവരാണ്. പെൺമക്കളെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിടുമ്പോ നമ്മളെ വീട്ടിലുള്ള സുഖവും സൗകര്യമൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ചെന്ന കല്യാണം കഴിപ്പിച്ച ഉടനെ 1-2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2-3 ആഴ്ചയോ മാസങ്ങളോ കഴിയുമ്പോ മോള് ഫോൺ ചെയ്യാണ്, വാപ്പ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പൊ എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാ അങ്ങോട്ട് ഇപ്പോഴും ആലോചിക്കാൻ ഒറ്റ പോക്കാണ്. എന്നിട്ടോ അവളെയും വണ്ടിയിലിട്ടിട്ട് നേരെ പോലെ എന്തിനാണോ എന്താണോ ചോദിച്ചറിയാനോ ഒന്നുമില്ല, ഒരു ത്രാടി. പല കുടുംബ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുമ്പോ ഇതേ ഒരു പല്ലവിയാണ്. മോളോട് എന്തോ ഭർത്താവിന്റെ ഉമ്മ ദേഷ്യപ്പെട്ട് സംസാരിച്ച് മോൾക്ക് പറ്റിയില്ല, ഉടനെ ഫോൺ എടുത്ത് വാപ്പാനെ വിളിച്ചു, വാപ്പ വന്ന് കൊണ്ടുപോയി. എന്നാ പിന്നെ വാപ്പനെ കൊണ്ടുവരട്ടെ മരുമോൻ, അതല്ല അവര് വന്ന് മാപ്പ് പറയട്ടെ അവര്. ഇങ്ങനെയാണ് പ്രശ്നം. പിന്നെ ലാസ്റ്റാണ് പള്ളി കമ്മിറ്റിയുടെ അടുത്തും ഉസ്താദുമാരുടെ അടുത്തേക്ക് എത്തുന്നത്. ഇതെന്തെങ്കിലും ആവശ്യമുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് മോള് പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ അത് പരിഹരിച്ചത് നോക്കിയേ നിങ്ങൾ. എന്നാ എന്ത് മക്കള് പറഞ്ഞാലും അതിനൊന്നും പരിഹാരം കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്. യുക്തിപൂർവം പറയേണ്ടത് പറയേണ്ട സമയത്ത് നമ്മുടെ മക്കളുടെ പരലോക നന്മയായിരിക്കണം ഭൗതിക നന്മയേക്കാൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്ന ഒരു സന്ദേശമാണ് ഈ ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഇതെല്ലാം ഗൗനിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സഹോദരിമാരോടും സഹോദരങ്ങളോടും പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് ഞാനീ പറഞ്ഞതായ വിഷയം അത് കേവലം കേട്ടുകൊണ്ട് അങ്ങോട്ട് പോവാതെ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഒരുപാട് നന്മകൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ് മഹാന്മാര് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇതെല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അവന്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിലൊക്കെ ബറക്കത്തുണ്ടാവുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് ഒരു 313 രൂപ സംഭാവന
സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ആ സംഭാവനയെ കബൂലാക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് പലഹാരം ചീരണി കൊണ്ടുവന്നതായ സഹോദരങ്ങൾ, അല്ലാഹു അവരുടെ ഉദ്ദേശവും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറുവിയ അന്ന ആമിന റഅത ഹീന വലതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൻ അല്ലാഹു ലഹു ഖുസൂർ ബുസ്റാ മിൻ അർളി ശാം. വറുവിയ അന്ന ആമിന ഖാലത് ലമ്മാ വലഅതുഹു മദതു ഐനി ലിയൻദുറ വലദി ഫലമ്മ റഹു ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوه الطيب من جنابه فجعلت أنظر إليه وإذا منادي ينادي يخفوه عن أعين الناس. قالت فما كان غيبته وحضوره إلا كلمح البصر ولما كنت متحيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأن وجوههم أقمار وفي يد أحدهم إبريق من الفضة ومع الآخر طشت من الزبرجد الأخضر وفي يد ثالث حريرة بيضاء مطوية فنشرها فإذا هي خاتم يحير عين الناظرين من شدة نوره. حمل بني وناوله لصاحب التشت وأنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحبه اختم بين كتفيه بخاتم النبوة فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد صلى الله عليه وسلم خمدت تلك الليلة نار فارس بعد الضرام ولم تكن خمدت قبل ذلك ب1000 أيام وارتج إيوان كسرى وسقطت منه 14 شرفة وغالت بحيرة ساوى وأصبحت أصنام الدنيا كلها منغوسا ورميت الشياطين من السماء بثهب الثواقب وانبلج صبح الحق وبطل ما كان يعمله كل كاذب. وروي عن يحيى بن عروة أن نفرا من قريش كانوا عند صنم من أصنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينحرون فيه الجزور ويأكلون ويشربون وقد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فانكروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب الصاغر ففعلوا ذلك 3 وهو لا يستقيم. فلما رأوا ذلك أبدوا حزنا وتألما وأصبح الليل الذي كانوا فيه مأتما. فقال عثمان بن الحويرث ما له قد أقدر التنكسا إن هذا لأمر حدث وانشد وقلبه يسلى بالنار. صلى الله على صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. صلاة وتسليم يا صنم العيد الذي صف حوله صناديد من وفد بعيد ومن قرب. صلاة خير البرية تنكست مقلوبا فماذا تقول لنا فمن حزننا قد دارت العير بالسحب. صلاة الله فإن كنت من ذنب نتينا فإننا
نبوء بإقرار ونلوي عن الذنب سلام وإن كنت مغلوبا ونكست صاغرا فما أنت في الأوثان بالسيد الرب صلاة ترندى لمولود نضأت بنوره جميع فجاج الله خوفا من الرعب صلاة وتسليم وأزكى تحياتي الله أهل المصطفى المختار ونار جميع الفرس قد خمدت له وقد بات شاه الفرس في أعظم الكرب صلاة في الله على المصطفى المختار يأتي فيا لقوسي نرجع الله لعليكم وهم إلى الإسلام والمنزل الرحب صلاة وتسليم وأزكى تحياتي الله على المصطفى المختار اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമു റഹീമീനായ അൽ മൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളിവിടെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് പറഞ്ഞ അദ്കാറുകളെല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോദിയ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തേനി അദ്കാറുകൾ, നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ, സ്വലാത്ത്, സലാമുകൾ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിൻ്റെ എല്ലാം മിസ്ല സവാബുകൾ നിന്റെ ഹബീബായ ഞങ്ങളുടെ ഷഫീആയ നബി തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്തുകളെ കൊണ്ട് നിന്റെ മഹല്ലായ ഫളൽ കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. നാഫിആയ ഇൽമു നൽകണേ റഹ്മാനെ. സാഖിബായ അഖൽ നൽകണേ റഹ്മാനെ. കാമിലായ ഈമാൻ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ധാരാളം അപാകതകൾ ചെയ്തവരാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ.
അല്ലാഹുവേ ഞങ്ങൾക്ക് അഫ്വ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഇനിയുള്ള കാലമെങ്കിലും നിന്നെ അറിഞ്ഞുകൊണ്ട് നീ പൊരുത്തപ്പെട്ടതുപോലെ നീ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് പലരും രോഗികളാണ്. നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ക്ലാസ്സിൽ വന്നിരുന്ന പലരും മരണപ്പെട്ടു പോയി. അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഇന്നലെ മരണപ്പെട്ടു പോയ ആ സഹോദരൻ, ആ സഹോദരി, അതേപോലെ അസ്നാസർ എന്ന് പറയുന്ന സഹോദരൻ, അല്ലാഹുവേ അവരുടെ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് ഈ പള്ളിക്കാട്ടിൽ മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളുടെ ഉപ്പ ഉമ്മ വല്ലിപ്പ വല്ലിമ്മമാർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, ഞാനിവിടെ വന്ന കാലം മുതൽ എനിക്കറിയാം ഇങ്ങനെ പോലുള്ള ക്ലാസ്സുകളിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് ഉപകാരമുള്ള, ദീനിനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അനാവശ്യ കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് ലഹരിയിൽ പെട്ടുപോയ കുറച്ച് മക്കളുണ്ട്. അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്നെക്കുറിച്ചുള്ള ബോധം അവരുടെ കൽബിൽ നീ ഇട്ട് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാരും മാതാപിതാക്കൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഓരോ ഹറക്കത്തിന്റെ ഖദർ കണ്ട് അവർക്ക് നീ ഹസനാത്തുകളെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്ന് ചീരണി കൊണ്ടുവന്നവരാരാണോ അവരുടെ മുറാദുകളെ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. കഴിഞ്ഞ ആഴ്ചകളിൽ കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ നന്മ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പള്ളിയിലേക്ക് സംഭാവന ചെയ്ത് ദുആ കൊണ്ട് വസീത് ചെയ്ത ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്, വാഹനം, വീട്, വാഹനങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് വരുമ്പോൾ പാപരഹിതരായിട്ടുള്ള മനസ്സോടുകൂടെ അതിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി റമളാനിലെ ഇഖ്ലാസോടെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ വഷളാവാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, കച്ചവടം ഞങ്ങൾക്ക് നീ നൽകിയതിലെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവസാനം ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ